ബൊഗൈൻവില്ല പടം എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. ക്ലൈമാക്സ് അങ്ങനെ വെക്കണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. കാരണം പടം അത്രയും നേരം നല്ലതായിട്ട് പൊക്കോണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല. കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം മിസ്റ്ററി ഉണ്ട്. അത്യാവശ്യം എന്താ പറയുന്നെ ഭയങ്കരമായിട്ടൊരു ത്രില്ലർ മൂഡിലൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവര് ഈ ബേസ്മെന്റിൽ വരുന്നതിന് മുമ്പേ ഈ ശൃന്ദയുടെ ഭർത്താവായ നമ്മുടെ ഷറഫുദ്ദീന്റെ തല അടിച്ച് പൊളിച്ച് പട്ടിയേം കൊണ്ട് കടിച്ച് കീറിച്ചിട്ടിരിക്കുകയാണ് വെളിയില്. അതാണ് വെളിയിലത്തെ അവസ്ഥ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി അകത്തേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ പുള്ളി അത്ര ക്രൂരനായ വില്ലനാണ്. അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. അവസാനം ജ്യോതിർമയി കഷ്ടപ്പെട്ട് ഇഞ്ചക്ഷനും വെച്ച് മറ്റേ പെണ്ണ് എന്താ ചങ്ങലയൊക്കെ പൊട്ടിച്ച് എന്താണ് കുഞ്ചാക്കോവനെ ഒന്ന് ഒതുക്കി കഴിയുമ്പോഴത്തേന് ശൃന്ദ പുറകിൽ കൂടെ വന്നൊരു ചവിട്ട് കൊണ്ട് ഇവന്മാരൊക്കെ ഇത്രേ ഉള്ളു ചേച്ചി എന്ന് പറയുമ്പോ എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കളിക്കുന്നു നീ അവിടെ തറയിൽ ഉറങ്ങി കിടക്കുമല്ലായിരുന്നു ഇത്ര നേരം. നിനക്ക് ഇത്രേ ഉള്ളൂ ചേച്ചി. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ കേട്ടു കേട്ടു നീ